നമസ്കാരം. വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. നിശബ്ദ പ്രചാരണ ദിനത്തിൽ പരമാവധി വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. പത്തനംതിട്ടയിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക ചോർന്നതിൽ നടപടി. ബി.ജെ.പിയിൽ ചേരാൻ ചർച്ച നടത്തിയത് ഇ.പി. ജയരാജനെന്ന് ശോഭാ സുരേന്ദ്രൻ. ചർച്ചകൾ 90% പൂർത്തിയായതാണ്. ജയരാജൻ പിന്മാറിയതിന്റെ കാരണം പിണറായിക്ക് അറിയാമെന്നും ശോഭ. വയനാട്ടിലെ ഭക്ഷ്യക്കിറ്റുകളിൽ വിവാദം പുകയുന്നു. ബി.ജെ.പി തയ്യാറാക്കിയ കിറ്റെന്നാരോപിച്ച് LDF-ഉം UDF-ഉം. വഴിപാട് കിറ്റെന്ന് കെ. സുരേന്ദ്രൻ. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ വിധി മെയ് 3-ന്. തെളിവുകൾ ഹാജരാക്കാതെ മാത്യു കുഴൽനാടൻ. CMRL-ന് മുഖ്യമന്ത്രി വഴിവിട്ട സഹായം നൽകിയെന്ന ആരോപണം വിജിലൻസ് തള്ളി. പൂക്കോട് വെറ്റിനറി സർവകലാശാല മുൻ VC-യുടെ സസ്പെൻഷൻ ഹൈക്കോടതി ശരിവെച്ചു. സസ്പെൻഷൻ ചോദ്യം ചെയ്ത ശശീന്ദ്രന്റെ ഹർജി തള്ളി. പുറത്താക്കാൻ ചാൻസലർക്ക് അധികാരമില്ലെന്ന സർക്കാർ വാദം കോടതി നിരസിച്ചു. തിയേറ്ററുകളിൽ തരംഗമാകാൻ നിവിൻ പോളി. മലയാളി ഫ്രം ഇന്ത്യ മെയ് 1-ന് തിയേറ്ററുകളിൽ. ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് ഡിജോ ജോസ് ആന്റണി.